അർട്ടിക്കേറിയ അല്ലെങ്കിൽ ഹൈവ്സ് എന്ന് പറയുന്ന അസുഖം ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ കരിമ്പടപ്പുഴൊക്കെ അരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ തണർത്ത് പൊന്തുമല്ലോ, അവിടെ നമുക്കൊരു വല്ലാത്തൊരു കുത്തിപ്പറിക്കുന്ന ഒരു ചൊറിച്ചിലായിരിക്കും പലപ്പോഴും ആൾക്കാർക്ക് ഉണ്ടാവുക. ഒരു ആൻറ്റിഹിസ്റ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും സെറ്റിലാവും, അല്ലെങ്കിൽ ഒരു ലാക്ടോകലാമിൻ എന്തെങ്കിലും ഒന്ന് തേച്ച് കഴിഞ്ഞാൽ കുറയും, വീണ്ടും ഇത് വരും. ഇത് അക്യൂട്ടാണോ ക്രോണിക് ആണോ എന്നുള്ള കാര്യത്തിൽ പല ആൾക്കാരും അത് മനസ്സിലാക്കുന്നില്ല. കാരണം അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ വന്നു, പിന്നെ കുറേ കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ എപ്പോഴെങ്കിലും ആയും വരിക. കാരണം എന്തെങ്കിലും അവർക്ക് പറ്റാത്തൊരു കാര്യങ്ങൾ, ഒരു ട്രിഗർ ഫാക്ട് വന്ന സമയത്ത് ഇത് വന്നു എന്നുള്ളത് മാത്രം. ഒരു ക്രോണിക് ആണെന്ന് പറയുമ്പോൾ ഒരു 3 മുതൽ 4 മാസം വരെ ഇതിൻ്റെ ഇടയിൽ റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ക്രോണിക് അർട്ടിക്കേറിയ എന്ന് മനസ്സിലാക്കാൻ കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇനി അർട്ടിക്കേറിയ എങ്ങനെയൊക്കെ വരാം എന്നുള്ള കാര്യം നോക്കാം. പല ആൾക്കാർക്കും പല തരത്തിലായിരിക്കും ഇതിൻ്റെ ട്രിഗേഴ്സ് ഉണ്ടാവുന്നത്. ചില ആൾക്കാർക്ക് ചില ഫുഡായിരിക്കാം, ചില മെഡിസിൻസ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് ചൂടായിരിക്കാം, ചില ആൾക്കാർക്ക് തണുപ്പായിരിക്കാം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചില ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ആൾക്കാർക്ക് ഒരു പ്രഷർ അർട്ടിക്കേറിയ എന്നൊക്കെ പറയുന്നൊരു ഫോമുണ്ട്. അപ്പോൾ ഈ ചില ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവും, കൂടുതലായിട്ട് വേർക്കുന്ന സമയത്ത്, വെയിലടിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രിഗറാവും ഈ അർട്ടിക്കേറിയയുടെ ആൾക്കാർ. അപ്പോൾ എന്താണ് ട്രിഗറിങ് ഫാക്ടർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്യുന്നതും നമുക്ക് ഒരു പരിധി വരെ നമുക്കൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിന് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഒരു ഡയറി കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇന്ന് അർട്ടിക്കേറിയ ഉണ്ടായി, അപ്പോൾ നമുക്ക് ആലോചിക്കാം തൊട്ട് മുമ്പ് എന്തായിരുന്നു നമ്മൾ ചെയ്തതെന്നുള്ളത് നമുക്ക് ഓർക്കാം. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച സമയത്താണോ, പുതിയ ഡ്രസ്സ് ഉപയോഗിച്ച സമയത്തോ പഴയ ഡ്രസ്സ് ഉപയോഗിച്ച സമയത്തോ ആണോ പ്രശ്നം വന്നത്, അങ്ങനെയാണെങ്കിൽ അത് എഴുതി വയ്ക്കാം. അപ്പോൾ ഇങ്ങനൊരു ഡയറി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അർട്ടിക്കേറിയ ട്രിഗർ ചെയ്യുന്ന കാര്യം എന്നുള്ളത് മനസ്സിലാക്കിയും അത് അവോയ്ഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അടുത്ത കാര്യം, നമുക്ക് ഏറ്റവും അർട്ടിക്കേറിയ പേഷ്യൻസിൽ കാണുന്ന ഒരു കാര്യം അവരുടെ സ്ട്രെസ്സ്, ആങ്സൈറ്റി. കാരണം നമ്മളൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ പ്രസൻറ്റേഷനോ ഒക്കെ എന്തിനെങ്കിലും പോകുന്ന ദിവസം കൃത്യമായിട്ട് അർട്ടിക്കേറിയ ട്രിഗർ ആവുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ ജോബിലുള്ളതോ അല്ലെങ്കിൽ സ്വന്തം ആലോചിച്ചുണ്ടാക്കുന്ന പലപ്പോഴും സ്ട്രെസ്സ് ഇതിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്.